പോട്ടടാ, സാരമില്ല. മോൻ തെറ്റായ ഉത്തരം പറഞ്ഞുകൊണ്ടല്ലേ ടീച്ചർ തല്ലിയത്. സാരമില്ല, ഓക്കെ. ഡാഡി, ഞാൻ ആൻസർ കറക്റ്റ് ആയിട്ടാ പറഞ്ഞത്, പക്ഷെ അത് പറയാൻ കുറച്ച് സമയം എടുത്തു. അതിനാ ടീച്ചർ എന്നെ തല്ലിയത്. പോട്ടെ, സാരമില്ല, ഡാഡി ചോദിക്കാം കേട്ടാ. നിങ്ങൾ ഒരാളാണ് കൊച്ചിനെ പുന്നാരിപ്പിച്ച് വഷളാക്കുന്നത്. കൊച്ചിനെ അടിക്കാൻ പാടില്ല, നുള്ളാൻ പാടില്ല. ഓ എന്റെ പൊന്നോ, ഓരോരോ നിയമങ്ങള്. എടി, നീ ഒന്ന് ആദ്യം ശബ്ദം താത്തി സംസാരിക്കേ. തല്ലിയിട്ടൊന്നും അല്ല പിള്ളേരെ നന്നാക്കേണ്ടത്. സ്നേഹം കൊടുത്തു വേണം അവരെ വളർത്താൻ. അത് നിനക്കൊട്ട് അറിയാനും പാടില്ല. ഡാഡി, ഈ മമ്മി എന്ത് ഇങ്ങനെ എപ്പോഴും ചീത്താറിയും വെറുതെ തല്ലും ചെയ്യും. നീ കുരുത്തക്കേട് കാണിക്കുമ്പോ നിന്നെ തല്ലാതെ അതിന് ഉമ്മ വെക്കാം, മതിയോ? എടി, നിനക്കറിയോ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ കുട്ടികളെ തല്ലണ്ട, ഒന്ന് വഴക്ക് പറഞ്ഞാ മതി, വിവരം അറിയും. ഓ, ഒരു അമേരിക്ക, അവിടൊക്കെ എന്തെങ്കിലും ആട്ടെന്നേ. ഇവിടെ നമ്മൾ അത്യാവശ്യം തല്ലുകൊണ്ടും ചീത്ത കെട്ടും ഒക്കെയാ വളർന്നത്. അതുകൊണ്ടെന്താ, നമ്മൾ നന്നായി. എടി, തല്ലിയ മാത്രമേ കുട്ടികൾ നന്നാവുള്ളൂ എന്നും അല്ലെങ്കിൽ അവര് മോശക്കാരാവൂന്നുള്ള നിന്റെ ഈ ചിന്താഗതിയാണ് ആദ്യം മാറ്റേണ്ടത്. എന്നിട്ട് മമ്മി നന്നായോ? ഇല്ലല്ലോ. കേട്ടില്ലേ അവന്റെ അധിക പ്രസംഗം? ഇവനെയൊക്കെ തല്ലി തന്നെ വളർത്തണം. എടി, കൊച്ചു പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇത് തന്നെയല്ലേ ഇപ്പൊ തന്നെ ഞാനും പറഞ്ഞത്. തല്ലിയത് കൊണ്ട് മാത്രം എല്ലാരും നന്നാവില്ല എന്ന്. ശിക്ഷയും ശിക്ഷണവും രണ്ടും രണ്ടാണ്. അതാദ്യം നീ മനസ്സിലാക്കുക. നിങ്ങൾ ഡാഡിയും മോനും കൂടെ ഈ ലോകം നന്നാക്കുക. നിങ്ങളോട് തർക്കിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് വേറെ പണിയുണ്ട്. കുട്ടികളെ എങ്ങനെ സ്നേഹിച്ച് വളർത്തണം എന്നതിനെ കുറിച്ചും ശിക്ഷയും ശിക്ഷണവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നതിനെ കുറിച്ചും ഒരു ബോധവൽക്കരണം അത്യാവശ്യമാണ്. അത് ടീച്ചേഴ്സിനും വേണം, പേരൻസിനും വേണം. ഡാഡി, ഡാഡി, നമ്മളെ മമ്മിക്കാണ് ആദ്യം ക്ലാസ് കൊടുക്കാന്.